ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. കർത്താവായ യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് ലഭിക്കേണ്ടതാണ് യൂദയുടെ ലേഖനം 24-25 വാക്യങ്ങൾ. ഒരു ഡോക്സോളജി, ഒരു അനുഗ്രഹമാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ഈ ഒരൊറ്റ കാര്യത്തിനു വേണ്ടിയാണ്. നമ്മൾ ഈ ഭൂമിയിൽ കർത്താവ് സൃഷ്ടിച്ച, പിതാവായ ദൈവം സൃഷ്ടിച്ച ഭൂമി ആദമും ഹവ്വയുടെയും പാപങ്ങൾ കൊണ്ട് അത് നശിച്ചുപോയി. യേശു കർത്താവിൻ്റെ ക്രൂശ് ഭരണത്തിലൂടെ, അതിൻ്റെ ഉയർപ്പിലൂടെ അതിനെ വീണ്ടെടുത്തു. ആ ഉയർപ്പിൻ്റെ ശക്തി നമ്മളിലേക്ക് വരുന്ന, ഞാനും നിങ്ങളും നമുക്ക് സ്വന്തമായി അതിനുള്ള ശക്തിയില്ല. കർത്താവിൻ്റെ കൃപയാൽ, കരുണയാലാണ് ലഭിക്കുന്നത്. അതാണ് യൂദയുടെ ലേഖനം 24-25 വാക്യങ്ങളിൽ പറയുന്നത്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം, നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവ്വകാലത്തിന് മുമ്പ് ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഈ അനുഗ്രഹീതമായിട്ടുള്ള അനുഭവത്തിലൂടെ നമ്മൾ പ്രവേശിക്കുവാൻ സാധിക്കണം. കർത്താവിൻ്റെ വരവിൽ നമ്മൾ വീഴാതെ വണ്ണം കർത്താവിനോടുകൂടി എടുക്കപ്പെടുവാൻ അല്ല, കർത്താവിൻ്റെ വരവിന് ശേഷം, അതിനു മുമ്പാണ് നമ്മൾ മരണപ്പെടുന്നതെങ്കിൽ, നമ്മൾ കർത്താവിൻ്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഒരു വലിയ അനുഭവത്തിൽ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്, വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സർവ്വകാലത്തിന് മുമ്പ് ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ശക്തിയും ബലവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കണ്ടുകളയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നോമ്പ് ധ്യാനം ഇന്ന് അവസാനിക്കുമ്പോൾ പുറപ്പാട് പുസ്തകവും യൂദയുടെ ലേഖനവും ഞങ്ങൾ പഠിച്ച് അതിന് പ്രകാരം ഞങ്ങൾ ജീവിച്ച് ഞങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ മുൻപിൽ വിശുദ്ധമായി വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ചുകൊള്ളുമാറാകണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സംരക്ഷിച്ചുകൊള്ളണമേ. ഈ വചനം കാണുന്ന, കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ഒരു അനുഭവത്തിൽ സംരക്ഷിച്ച് കാത്തുകൊള്ളണമേ. ലോകമെമ്പാടുമുള്ള മതവിഭാഗ ഭേദമന്യുള്ള ജനങ്ങളെ നീ സംരക്ഷിച്ച് കാത്തുകൊള്ളണമേ. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെയും, കർത്താവെ വിവിധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെയും, എപ്പേർപ്പെട്ടവരെ ഒരുപോലെ അനുഗ്രഹിച്ച് ആശീർവദിച്ചാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.